കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അവിനാശിൽ നിന്നും സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സുധീഷിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഭാഷേട്ടന്റെ മുഖത്തുള്ള ആ ഒരു തിളക്കത്തിന്റെ കാരണം അതല്ലായിരുന്നുവോ? കല്യാണം മുടങ്ങിപ്പോയതിന്റെ വല്ലാത്ത വിഷമത്തിലായിരുന്നു ഇതുവരെ സുഭാഷേട്ടൻ. ആ സങ്കടത്തിൽ നിന്നെല്ലാം തന്നെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം പുറത്തു വന്നത് വീട്ടുകാരെ മുഴുവൻ അതിശയിപ്പിച്ചിരുന്നു. അതിന്റെ കാരണം ഇപ്പോഴാണ് സുധീഷിന് മനസ്സിലായത്. അവിനാശിന്റെ പെങ്ങൾ ചാന്ദിനി സുഭാഷേട്ടന് വേണ്ടി ആലോചിച്ചിരിക്കുന്നു. അവിനാശ് തന്നെ മുൻകൈയെടുത്തുകൊണ്ടാണ് ആ ഒരു ബന്ധം സംസാരിച്ചത്. ആ വാർത്തയോടുകൂടെ ആവേശത്തിൽ സുധീഷ് നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് എത്തിയപാട് സുധീഷ് എല്ലാവരെയും വിളിച്ചു കൂട്ടി. അവന്റെ മുഖത്ത് സന്തോഷം കണ്ട് എല്ലാവരും ആകാംക്ഷയോടെ നിന്നു. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ സുഭാഷേട്ടൻ എന്താ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? സുധീഷ് ചോദിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. സുധീഷ് ചിരിച്ചുകൊണ്ട് തുടർന്നു. ആ ചാന്ദിനി എന്ന് പറയുന്ന പെൺകുട്ടിയിലെ അവിനാശിന്റെ പെങ്ങൾ, അവൾ നമ്മുടെ സുഭാഷേട്ടന് വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. അവിനാശ് തന്നെയാണ് അവളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് കക്ഷിയുടെ മുഖത്ത് ഇപ്പോൾ കാണുന്ന ഈ ഒരു സന്തോഷത്തിന് കാരണം. ആ വാർത്ത എല്ലാവർക്കും ഒരു പുതിയ അറിവായിരുന്നു. അത്ഭുതവും സന്തോഷവും ഒരുപോലെ തന്നെ ആ മുഖങ്ങളിലങ്ങ് മിന്നി മറഞ്ഞു. പിന്നീട് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ എല്ലാവരും കൂടി ഇതിനെക്കുറിച്ച് ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ സുഭാഷേട്ടന്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു നാണം വിടർന്നു. ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ തല കുനിച്ചു നിൽക്കുന്ന സുഭാഷേട്ടനെ കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കാര്യം വ്യക്തമായി. സുഭാഷിന്റെ ചാന്ദിനെ ഒരുപാട് ഇഷ്ടമുണ്ട് എന്ന സത്യം ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. പിറ്റേന്ന് പതിവ് പോലെ നിധി ജോലിക്കായി ഇറങ്ങി. കൂട്ടിന് നികേഷും ഉണ്ടായിരുന്നു. 2 പേരും സംസാരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എന്നാൽ ബസ് സ്റ്റോപ്പിലെത്തിയ നിധിയുടെ മുഖം പെട്ടെന്നങ്ങ് മങ്ങി. അവിടെ ഗായത്രി നിൽക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ സുധീഷും അങ്ങോട്ടേക്ക് വന്നു. നിധിയെ കണ്ടിട്ടും കാണാത്തതുപോലെ തന്നെ സുധീഷ് നേരെ ഗായത്രിയുടെ അടുത്തേക്കാണ് പോയത്. പിന്നെ അവിടെ വലിയ വർത്തമാനമായി. ഗായത്രിയോട് ചിരിച്ചും കൊഞ്ചിക്കുഴഞ്ഞൊക്കെ സുധീഷിന്റെ സംസാരം കണ്ടപ്പോൾ നിധിയുടെ നെഞ്ചിൽ ഒരു കൊളുത്തി വലിക്കുന്നത് പോലെ വേദനയുണ്ടായി. തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് സുധീഷ് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും അത് അവൾക്ക് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായി. നികേഷും ഇത് കണ്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ പല്ലെറിമ്പിക്കൊണ്ട് നിധിയോട് ചോദിച്ചു. നിധിയെടുത്തി, ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യന്? സുധീഷേട്ടനെ കണ്ടില്ലേ? യാതൊരുവിധ നാണവുമില്ലാതെ അവളോട് പോയി സംസാരിക്കുന്നത് കണ്ടില്ലേ? നിധി ഒരു നെടുവീർപ്പോടുകൂടെ പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടാ. ചില പെൺകുട്ടികളുണ്ട് ഇങ്ങനെയൊക്കെ. നിധിക്ക് ആ കാഴ്ച ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവളുടെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ തന്നെ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് സുധീഷിന്റെ അടുത്തേക്ക് പോയി എന്തെങ്കിലും പറയാൻ അവളുടെ അഭിമാനം അനുവദിച്ചില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ തനിക്ക് സുധീഷിനോട് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ കരുതും. അത് വേണ്ട, ആ ഒരു നാണക്കേട് തനിക്ക് ആവശ്യമില്ല. സുധീഷിനോടുള്ള ഇഷ്ടം തന്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. ഇതൊക്കെയായിരുന്നു നിധിയുടെ ചിന്തകൾ. അതുകൊണ്ട് തന്നെ പുറത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും കാണിക്കാതെ തന്നെ അവളെല്ലാം കടിച്ചമർത്തി നിന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബസ് ഒന്ന് വന്നിരുന്നു എന്നുള്ള പ്രാർത്ഥന മാത്രമേ അപ്പോൾ നിധിക്കുണ്ടായിരുന്നുള്ളൂ. കുറെ സമയം കഴിഞ്ഞപ്പോൾ ബസ് വന്നു. നികേഷും നിധിയും അതിൽ കയറി യാത്രയായി. ബസ് പോയി കഴിഞ്ഞപ്പോൾ സുധീഷിന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നും നിധിക്ക് തന്നോട് ഇപ്പോഴും വല്ലാത്തൊരു പോസസീവ്നെസ് ഉണ്ട് എന്നും അവന് മനസ്സിലായി. ആ അസൂയ അവളുടെ കണ്ണിൽ താൻ വ്യക്തമായി കണ്ടിരുന്നു. സുധീഷിന് സമാധാനമായി. അങ്ങനെ ഉച്ചയായപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വല്ലാത്തൊരു വെയിലായിരുന്നു. സുഭാഷും അവിനാശും പണിത്തിരക്കുകൾക്കിടയിൽ തന്നെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സൈറ്റിലെ ജോലി തീർക്കണം സുഭാഷേട്ടാ. എഞ്ചിനീയർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അധിക ദിവസമൊന്നുമില്ലെന്ന് അവിനാശ് പറഞ്ഞു. നമ്മൾ മാക്സിമം ജോലി ചെയ്യുന്നുണ്ടല്ലോ അവിനാശെ, സുഭാഷ് മറുപടി നൽകി. അപ്പോഴാണ് ചാന്ദിനി അങ്ങോട്ടേക്ക് വന്നത്. അവർക്കുള്ള ഉച്ചഭക്ഷണം കൊണ്ടാണ് അവളുടെ വരവ്. ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതിൽ തന്നെ അവൾ സുഭാഷിനെ നോക്കി പുഞ്ചിരിച്ചു. ഇതുകൂടി എടുത്ത് കഴിച്ചു നോക്ക്, കൊള്ളാമോ എന്ന് പറ, ചാന്ദിനി തന്റെ കയ്യിലിരുന്ന പാത്രം നീട്ടിക്കൊണ്ട് പറഞ്ഞു. സുഭാഷ് സന്തോഷത്തോടു കൂടെ തന്നെ അവൾ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവിനാശിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. നിങ്ങൾ സംസാരിച്ചിരിക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിനാശ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അല്പം ദൂരേക്കങ്ങ് മാറിപ്പോയി. സുഭാഷ് കുറച്ച് ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് ചാന്ദിനിക്ക് നേരെ നീട്ടി. അവൾക്കത് വലിയ സന്തോഷമായിരുന്നു. അവർ 2 പേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ ചാന്ദിനി തന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിവെള്ളം കിൽക്കിക്കൊണ്ട് തന്നെ സുഭാഷിനെ കാണിച്ചു കൊടുത്തു. അതെ, എനിക്ക് ഇതുപോലത്തെ കുറച്ച് വളകൾ വാങ്ങിച്ചു തരാമോ? അവൾ ചോദിച്ചു. ഹിന്ദിയിലുള്ള അവളുടെ ആ ഒരു ചോദ്യം സുഭാഷിന് പെട്ടെന്ന് മനസ്സിലായില്ല. ഭാഷ അവർക്കിടയിൽ വലിയ പ്രശ്നം തന്നെയായിരുന്നു. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ സുഭാഷിന് കുറച്ചുനേരം പാടുപെട്ടു. ചാന്ദിനിക്കാണെങ്കിൽ മലയാളം അറിയത്തില്ല, സുഭാഷിന് ഹിന്ദിയും. ഒടുവിൽ കൈകളിലെ വളകൾ ചൂണ്ടിക്കാണിച്ചും ആംഗ്യം കാണിച്ചും അവൾ കാര്യം പറഞ്ഞപ്പോൾ സുഭാഷേട്ടന് കാര്യം പിടികിട്ടി. തനിക്ക് ഇതുപോലത്തെ വളകൾ വേണമെന്ന് അവൾ പറയുകയാണ്. സുഭാഷ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. വള വാങ്ങിത്തരാമെന്നും അവൻ സമ്മതിച്ചു. അത് കണ്ടപ്പോൾ ചാന്ദിനിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം വിടർന്നു. അവൾ നിറച്ച സ്നേഹത്തോട് സുഭാഷിനെ തന്നെ നോക്കി നിന്നു.
അവളുടെ കണ്ണുകളിലെ ആ പ്രണയം സുഭാഷ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ആ നോട്ടം അവന്റെ ഉള്ളിൽ ഒരു കുളിർമഴ പെയ്യിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അവന്റെ ഓർമ്മകൾ അവർ ഒരുമിച്ച് അമ്പലത്തിൽ പോയ ആ ഒരു ദിവസത്തിലേക്കങ്ങ് മടങ്ങി. അവിടെ വെച്ച് കാല് തെറ്റി വീഴാൻ പോയ ചാന്ദിനിയെ താൻ കോരിയെടുത്ത നിമിഷം അവന്റെ മനസ്സിലൂടങ്ങ് കടന്നുപോയി. അതോർത്തപ്പോൾ സുഭാഷിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. നിറഞ്ഞ സന്തോഷത്തോടെ അവർ പരസ്പരം നോക്കി ഭക്ഷണം കഴിച്ചു. ഇതേ സമയം ഓഫീസിൽ വലിയ തിരക്കിലായിരുന്നു നിധി. തന്റെ വർക്കുകൾ മുഴുവൻ തീർക്കാനുള്ള ആ ഒരു പരക്കം പാച്ചില്ലായിരുന്നു അവള്. അങ്ങോട്ടേക്ക് ദിവ്യ വന്നു. എന്തായി നിധി, നാളെ ഒരു ഇമ്പോർട്ടന്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ? ദിവ്യ ചോദിച്ചു. അതിന്റെ പകുതി മുക്കാലും ഞാൻ തീർത്തിട്ടുണ്ട് ദിവ്യേ. നീയും കൂടി എന്നെ ഒന്ന് സഹായിച്ചതുകൊണ്ടാ ഇത്രയൊക്കെ എത്തിയത്, നിധി ആശ്വാസത്തോടെ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ ബോസ് പ്രവീൺ അങ്ങോട്ടേക്ക് വന്നത്. എങ്ങനെയാ കാര്യങ്ങളൊക്കെ, പ്രോജക്റ്റ് തീർന്നോ? പ്രവീൺ ചോദിച്ചു. ദിവ്യ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. നിധിയുടെ പ്രോജക്റ്റ് ഏകദേശം തീർന്നിട്ടുണ്ട് സാറേ. ആഹാ, കൊള്ളാലോ. നല്ല രീതിയിൽ തന്നെയാണോ നാളെ പ്രസന്റ് ചെയ്യാനുള്ളത്? കാര്യങ്ങളുടെ ഗൗരവം അറിയാലോ അല്ലേ? പ്രവീൺ ചോദിച്ചു. ചെയ്തിട്ടൊക്കെയുണ്ട് സാറേ, പക്ഷേ എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് എന്ന് നിധി മടിച്ചുകൊണ്ട് പറഞ്ഞു. ടെൻഷൻ അടിക്കാനൊന്നുമില്ല നിധി, നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അവരുടെ മുന്നിൽ നിനക്കത് വ്യക്തമായി പ്രസന്റ് ചെയ്യാൻ സാധിക്കും. നാളത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ഒരു 10-11 മണിയാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ക്ലയൻറ്റ് വരും. അവരെ നമ്മുടെ പ്രോജക്റ്റ് കാണിച്ച് തൃപ്തിപ്പെടുത്തണം. ഈ വർക്ക് നമുക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടുകൂടാ, പ്രവീൺ ഗൗരവത്തോടെ പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞ് നിധി തലയാട്ടി. നാളെ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പ്രവീൺ തന്റെ ക്യാബിനിലേക്ക് പോയി. അയാൾ പോയപ്പോൾ ദിവ്യ നിധിയെ നോക്കി കണ്ണിറുക്കി. നിന്നിൽ എന്താണെങ്കിലും സാറിന് നല്ലൊരു മതിപ്പും കാര്യങ്ങളൊക്കെയുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? നിധിക്ക് പക്ഷേ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. നാളത്തെ മീറ്റിംഗിൽ ആ ഒരു ടെൻഷൻ അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നിധിയുടെ ഫോൺ ശബ്ദിച്ചത്. കുടുംബ കോടതിയിൽ അവളുടെ കേസ് വാദിക്കുന്ന വക്കീലായിരുന്നു വിളിച്ചത്. ഹലോ നിധി, നാളെ 21-ാം തീയതിയാണ്. നാളെ കുടുംബ കോടതിയിൽ നിങ്ങളുടെ കേസ് വിളിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മണി കഴിയുമ്പോൾ തന്നെ അവിടെ എത്തണം, വക്കീല് പറഞ്ഞു. അത് കേട്ടതോടുകൂടെ തന്നെ നിധി ഒന്ന് ഞെട്ടി. അയ്യോ മാഡം, നാളെയോ? മാഡം, നാളെ എനിക്ക് ഓഫീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയുണ്ട്. അത് ഉപേക്ഷിച്ച് എനിക്ക് വരാൻ പറ്റില്ല. ആ ഡേറ്റ് മാറ്റിവെക്കാൻ പറ്റുമോ? നാളെ മാറ്റിവെക്കാനൊന്നും പറ്റത്തില്ല നിധി. നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ സമയം മാറ്റാനൊന്നും സാധിക്കില്ല. പിന്നെ വേറൊരു ദിവസത്തേക്ക് കേസ് വേണമെങ്കിൽ മാറ്റിവെക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഭർത്താവിനോട് വരാൻ പറ. 2 പേരിൽ ആരെങ്കിലും ഒരാൾ തന്നെ നാളെ കോടതിയിൽ ഹാജരാവണമെന്ന് വക്കീൽ കർക്കശമായി തന്നെ പറഞ്ഞു. ഞാൻ നോക്കട്ടെ മാഡം, വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം. ഇത്രയും പറഞ്ഞ് നിധി ഫോണിൽ വെക്കാണ്. അങ്ങനെ നിധി ആകെ വേർത്തുപോയി. നാളെ എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. വൈകുന്നേരം വീട്ടിൽ എല്ലാവരും കൂടിയിരിക്കുകയാണ്, സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് നികേഷ് സുധീഷിനോട് ചോദിച്ചത്. സുധീഷേട്ടൻ ഇന്ന് ഉച്ചക്ക് കൊണ്ടുപോയ ആഹാരമൊക്കെ കഴിച്ചോ? ഇത് കേട്ടപ്പോൾ സുധീഷ് മുഖം ചുളിച്ചു. എൻ്റെ പൊന്നോ, ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. ഉപ്പ് കാരണം വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. സുഭാഷ് സംശയത്തോട് ചോദിച്ചു. എന്ത് ഉപ്പോ? ഹരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ സുഭാഷേട്ടാ, ഉപ്പ് ഇത്തിരി കൂടുതലായിരുന്നു. ഇത്തിരി ഉപ്പാണോ? നല്ല ഉപ്പുണ്ടായിരുന്നു, സുധീഷ് തറപ്പിച്ചു പറഞ്ഞു. അത് ശരിയാ, ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, അപ്പോൾ പിന്നെ സുഭാഷേട്ടൻ കഴിച്ചില്ലേ? നികേഷ് ചോദിച്ചു. സുഭാഷ് ഒന്ന് പരിങ്ങി. അത് ഞാനെന്ന് പറഞ്ഞ് അവനിങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അത് കണ്ട് സുധീഷ് ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. ഇപ്പോൾ സുഭാഷേട്ടന് ഫുഡ് വേറെയല്ലേ വരുന്നത്? മലയാളവും ഹിന്ദിയും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരലല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ പിന്നെ മലയാളത്തുകാരുടെ ഫുഡൊന്നും തന്നെ ഇപ്പം അവന് വേണ്ടല്ലോ. ഹിന്ദിക്കാരുടെ ഫുഡ് മാത്രം മതിയല്ലോ സുഭാഷേട്ടന്. ഒന്ന് പോടാ അവിടെ നിന്ന് സുഭാഷേട്ടൻ ചമ്മലോടെ പറഞ്ഞു. ഉള്ളത് പറയുമ്പോൾ സുഭാഷേട്ടൻ എന്തിനാ ഇത്ര തുള്ളല്? സുധീഷ് വിട്ടുകൊടുത്തില്ല. പുറത്തുനിന്ന് ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു ഭാസ്കരൻ ചോദിച്ചു. എന്താണ് നീ പറയുന്നത്? അച്ഛന് കാര്യങ്ങളൊന്നും അറിയില്ലേ? സുധീഷ് ചോദിച്ചു. എന്ത് കാര്യം? അധികം വൈകാത്തതിന് അച്ഛനൊരു ഹിന്ദിക്കാരി മരുമകളെ കിട്ടാൻ പോവാണ്. ഹിന്ദിക്കാരി മരുമകളോ? അതാരാടാ? ഭാസ്കരൻ അത്ഭുതമായി. നികേഷ് പറഞ്ഞു. അവിനാശിന്റെ പെങ്ങളിലെ ചാന്ദിനി, അവളെ സുഭാഷേട്ടനെ ആലോചിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഭാസ്കരന്റെ മുഖം അങ്ങ് മാറി. വേണ്ട, അതൊന്നും നടക്കത്തില്ല. എടാ, ഒന്നാമത്തെ കാര്യം ഭാഷയാണ്. ഒരാൾക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, മറ്റൊരാൾക്ക് ഹിന്ദിയും. 2 പേരും തമ്മിൽ എങ്ങനെ സംസാരിക്കും? കണ്ണും നോക്കിയാലേ അവർക്ക് പറ്റത്തുള്ളൂ. വെറുതെ വേണ്ടാത്ത വയ്യാവേലിയൊന്നും തലയിലെടുത്ത് വെക്കേണ്ട. അത് കേട്ടപ്പോൾ ഹരീഷ് ഇടപെട്ടു. അച്ഛനിത് എന്തിന്റെ കേടായത്? സുഭാഷേട്ടന് എങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതുമ്പോൾ വെറുതെ ഓരോരോ കുറ്റം പറഞ്ഞ് അത് മുടക്കാൻ ശ്രമിക്കരുത്. സുഭാഷേട്ടൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. സുധീഷും വീണ്ടും കളിയാക്കി. കണ്ടില്ലേ, ചാന്ദിനിയുടെ പേര് കേട്ടപ്പോഴേക്കും സുഭാഷേട്ടന്റെ മുഖത്ത് നാണം കണ്ടോ? നാണം സഹിക്കാൻ കഴിയാതെ സുഭാഷ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. നിധി ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു. ശരിയാ, പഴയ സുഭാഷേട്ടനൊന്നല്ലേ ഇപ്പോൾ. ആൾക്ക് കുറേയധികം മാറ്റമുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഹരീഷ് ഫോണിൽ ആരോടോ സംസാരിക്കായിരുന്നു. നാളെ 21-ാം തീയതിയാണല്ലേ? നാളെ ഞാൻ തന്നേക്കാം. ഇത് കേട്ട് സുധീഷ് ഞെട്ടിത്തെറിച്ചു. നാളെ 21-ാം തീയതിയാണോ? നാളെയല്ലേ നിന്റെ കോടതിയിലെ കേസ്?
അതെ, നിധി പതുക്കെ പറഞ്ഞു. നാളെ എന്ത് ചെയ്യുന്നുമെന്നോർത്ത് അവളുടെ നെഞ്ചിടിപ്പ് കൂടി. സുധീഷ് പെട്ടെന്നൊരു കാര്യം ചിന്തിച്ചു. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് നാളെ കോടതിയിൽ പോകുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. നിധിയോട് തനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ കേസ് നീട്ടിവെക്കണം. നിധി, നാളെ എനിക്കൊരു അർജന്റായിട്ടൊരു ഓട്ടോ ഉണ്ടായിരുന്നു. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അല്ല, നീ ഏതാ ചെയ്യാൻ പോകുന്നത്? സുധീഷ് തന്ത്രപൂർവ്വം തന്നെ ചോദിച്ചു. നിധിക്ക് അതൊരു വലിയ ആശ്വാസമായി. നാളെ എനിക്ക് ഓഫീസിൽ പോവാതിരിക്കാൻ പറ്റില്ല സുധീഷെ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്കും നാളെ കോടതിയിൽ പോകാൻ പറ്റില്ല. സുധീഷിനോട് പോകാൻ പറയാനായിട്ട് ഇരിക്കുമായിരുന്നു ഞാൻ. ഇത് കേട്ടപ്പോൾ സുധീഷിന് വല്ലാത്ത സന്തോഷമായി. ഹാവും, രക്ഷപ്പെട്ടു. രണ്ടുപേരും നാളെ പോകുന്നില്ല. ഇപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത്. അല്ല, സുധീഷിന് എന്തായാലും പോകാൻ പറ്റുമോ? നിധി ഒന്നുകൂടി ചോദിച്ചു. എനിക്ക് പോകാനൊന്നും പറ്റത്തില്ല. നാളെ അർജന്റായിട്ട് എനിക്കൊരു ഓട്ടമുണ്ട് എന്ന് സുധീഷ് ഉറപ്പിച്ചു പറഞ്ഞു. രണ്ടുപേരും പോയില്ലെങ്കിൽ പിന്നെ കോടതി വീണ്ടും കേസങ്ങ് നീട്ടിവെക്കും. തൽക്കാലത്തേക്ക് ആ വലിയൊരു തലവേദന ഒഴിവായി കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. അങ്ങനെ അല്പനേരത്തിന് ശേഷമാണെങ്കിൽ സുധീഷ് അവിടെ നിൽക്കുമ്പോഴാണ് ഗായത്രി വന്നത്. ഗായത്രിയുടെ കോള് വരുന്നത് അത് കണ്ടപ്പോൾ സുധീഷിന് വല്ലാത്തൊരാവേശമായി. ഹരീഷ് സംശയത്തോടെ അവനെ നോക്കി. ഇതൊക്കെ ശരിയാണെന്ന് സുധീഷേട്ടന് തോന്നുന്നുണ്ടോ? ആ പെണ്ണിനെ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നത് അത് ശരിയാണോ? ഹരീഷ് ചോദിച്ചു. സുധീഷ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. എടാ, ഇതൊക്കെ വെറുതെയല്ലേ. നിധിയെ എന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ കണ്ടെത്തുന്ന ഒരു മാർഗമാണിത്. അല്ലാതെ ഈ ഗായത്രിയോട് എനിക്കൊരു ഇഷ്ടമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നിട്ട് ഫോണെടുത്തിട്ട് സുധീഷ് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നിധി കുറച്ച് വെള്ളമെടുക്കാനായി അങ്ങോട്ടേക്ക് വന്നത്. നിധിയെ കണ്ടപ്പോൾ സുധീഷിന്റെ ശബ്ദം ഒന്നുകൂടി ഉയർന്നു. അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു സുധീഷേ. പക്ഷേ എനിക്ക് സുധീഷേട്ടനോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് കോളേജിൽ വലിയൊരു വിശേഷമുണ്ടായി. അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ. ഗായത്രി ഫോണിലൂടെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ സുധീഷിന്റെ ഉള്ളിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ സ്നേഹം അഭിനയിച്ച് എല്ലാം മൂളിക്കൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. ഇതെന്താ എല്ലാം മൂളി കേൾക്കുന്നത്? എന്നോടൊന്നും തിരിച്ചു പറയാത്തതെന്താ? ഗായത്രി ചോദിച്ചു. ഞാൻ പറയുന്നുണ്ടല്ലോ, സുധീഷ് പറഞ്ഞു. നിധി തന്റെ അരികിലൂടെ നടന്നു പോകുന്നത് അവൻ കണ്ടു. അവളെ കേൾപ്പിക്കാനായി സുധീഷ് പെട്ടെന്ന് പറഞ്ഞു. അയ്യോ, എന്റെ വോയിസ് സ്വീറ്റ് ആണെന്നോ? സ്വീറ്റ് അല്ല, സ്വീറ്റ് വോയിസ് ആണെന്നല്ലേ പറഞ്ഞത്? ഓ, അങ്ങനെയല്ലേ. എൻ്റെ വോയിസ് നല്ല സ്വീറ്റ് ആണല്ലേ. എനിക്കിപ്പോഴൊരു സമാധാനമായത്. ഈ പഞ്ചാര വർത്താനം കേട്ടപ്പോൾ നിധീയുടെ നിയന്ത്രണം വിട്ടു. അവൾ ദേഷ്യത്തോടെ വെള്ളമെടുത്ത് തൻ്റെ മുൻപിൽ നിന്ന് വെച്ച് മറ്റൊരാളുടെ അവനിങ്ങനെ കൊഞ്ചിക്കൊഴുന്നത് അവൾ കൊട്ടുന്നതിന് സഹിക്കാൻ കഴിഞ്ഞില്ല. നിധി വല്ലാത്ത ദേഷ്യത്തോട് അവിടെ നിന്ന് നടന്നുപോയി. വാതിൽ വലിയ ശബ്ദത്തോടങ്ങ് വലിച്ചടച്ചു. ആ വാതിലടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സുധീഷിന്റെ ഉള്ളിൽ സന്തോഷം അങ്ങ് തിരതല്ലി. തൻ്റെ ലക്ഷ്യം കണ്ടിരിക്കുന്നു. അതെ, ഞാൻ ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. എന്നിട്ട് അവൻ ഹരീഷിന്റെ അടുത്തേക്ക് ചെന്ന് വിജയഭാവത്തിൽ ചോദിച്ചു. കണ്ടില്ലടാ, എങ്ങനെയുണ്ട്? നിധിക്ക് നല്ല ദേഷ്യമായി. അവൾ ദേഷ്യത്തോടെ കഥക് വലിച്ചടച്ചത് നീ കണ്ടോ? ഹരീഷ് പക്ഷേ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെ പറഞ്ഞു. ദേ സുധീഷേട്ടാ, ഇതൊന്നും ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കേട്ടോ, വെറുതെ ഓരോരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. പോയി അവിടുന്ന്. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഒരു ലവ് ചിഹ്നം. ആരാണെന്ന് നോക്കിയപ്പോൾ അത് ചാന്ദിനിയായിരുന്നു. സുഭാഷ് ഏറെ സമയം അത് തന്നെ നോക്കിയിരുന്നു. എന്താണ് മറുപടി അയക്കേണ്ടത് എന്നറിയാതെ അവൻ ആകെ കുഴങ്ങി. ഒടുവിൽ അവൻ തിരിച്ചു ഒരു ലവ് ചിഹ്നം തന്നെ അയച്ചു. അപ്പോഴേക്കും ചാന്ദിനിയുടെ അടുത്ത മെസ്സേജ് വന്നു. ഭക്ഷണം കഴിച്ചോ? അവൻ കഴിച്ചെന്ന് മറുപടി നൽകി. പിന്നീട് അങ്ങോട്ടേക്ക് അവർ മെസ്സേജിലൂടെ ഇങ്ങനെ പ്രണയിക്കുകയായിരുന്നു. സുഭാഷിന് ഇതുവരെ ഇല്ലാത്ത വല്ലാത്തൊരു സന്തോഷം തോന്നി. ആദ്യമായിട്ടായിരുന്നു അവന് ചാന്ദിനിയോട് ഇത്രയും വലിയൊരു ഇഷ്ടം തോന്നുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി അതുവഴി വന്നു. അവൾ അത് കണ്ടു. അപ്പോഴേക്കും ഫോണ് കൈകൊണ്ട് തൊടാൻ പോലും മടിയുള്ള സുഭാഷേട്ടൻ ഇപ്പോൾ ചാറ്റിങ്ങും പരിപാടിയുമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് അത്ഭുതം തോന്നി. അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് സുധീഷ് വന്നപ്പോഴേക്കും ഇതേ കാഴ്ചയാ കാണുന്നത്. ഇത്രയും നാൾ ഫോൺ പോലും കയ്യിലെടുക്കാത്ത ആളാ. ഇപ്പൊ കണ്ടില്ലേ, ഫുൾ ടൈമും ചാറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. സുഭാഷേട്ടൻ ആള് കൊള്ളാലോ. സുധീഷ് ഇങ്ങനെ ചിന്തിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് സുധീഷ് അവനെ നന്നായി തന്നെ കളിയാക്കി. സുഭാഷ് കൂടുതലൊന്നും തന്നെ പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോയി. രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിധി ഒരുങ്ങുന്നുണ്ടായിരുന്നു. കൂടെ നികേഷും ഉണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാൻ നികേഷെ, സ്കൂട്ടിക്ക് പോവാമെന്ന് നിധി പറഞ്ഞു. അതെന്താ ഏട്ടത്തി പെട്ടെന്ന് അങ്ങനെ തോന്നിയത്? നികേഷ് ചോദിച്ചു. അല്ലെങ്കിൽ പണിയാ. ഇനി ഇവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിയുമ്പോഴേക്കും സുധീഷിന്റെ അവർ ഗായത്രിയും അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ അവർ തമ്മിലുള്ള കൊഞ്ചിലൊക്കെ ഞാൻ നേരിട്ട് കാണണല്ലോ. എനിക്കത് വയ്യ. അങ്ങനെ രണ്ടുപേരും കൂടി സ്കൂട്ടിയിലങ്ങ് പുറപ്പെട്ടു. എന്നാൽ തിരക്കുള്ള റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ നിധിക്ക് വല്ലാതെ പേടിയായിരുന്നു. അവൾക്കത്ര ബാലൻസ് കിട്ടിയിരുന്നില്ല. ഒടുവിൽ അവർ ബസ് സ്റ്റോപ്പിലേക്ക് വണ്ടി വെച്ചിട്ട് ബസ്സിൽ തന്നെ പോവാൻ തീരുമാനിച്ചു. അവർ സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് അവിടെ ഗായത്രി വന്ന് നിൽക്കുന്നത് കണ്ടത്. ഗായത്രി അവരെ നോക്കി. നികേഷും നിധിയും അവരെ മൈൻഡ് ചെയ്യാതെ നിന്നു. കുറെ സമയം കഴിഞ്ഞിട്ടും സുധീഷിനെ കാണാതായപ്പോൾ ഗായത്രിക്ക് ആകെ ടെൻഷനായി. അവൾ നിധിയുടെ അടുത്തേക്ക് വന്നു.
അല്ല മറ്റേ ചേട്ടൻ വന്നില്ലേ? അവൾ നികേഷിനോട് ചോദിച്ചു. ഞങ്ങൾ കണ്ടില്ല എന്ന് നികേഷ് മറുപടി പറഞ്ഞു. അപ്പോഴാണ് ഗായത്രി നിധിയെ നോക്കിയത്. ഇതാരാ, ചേച്ചിയാണോ? സുധീഷ് ചേട്ടന് ചേച്ചിയാണോ? ഇത് കേട്ടപ്പോൾ നിധിക്ക് ഒരെണ്ണങ്ങ് കൊടുക്കാനാ തോന്നിയത്. തൻ്റെ ഭർത്താവിൻ്റെ കാമുകമെന്ന് തന്നെ ചേച്ചിയാണോ എന്ന് വിളിക്കുന്നു. നിധിക്ക് ആകെപ്പാട് ടെൻഷനും ദേഷ്യവും വന്നു. അപ്പോഴേക്കും നികേഷ് ഇടപെട്ടു. അതൊക്കെ സുധീഷ് ചേട്ടൻ വരുമ്പോൾ നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഗായത്രി അവിടെ നിന്നങ്ങ് മാറിപ്പോയി. നികേഷ് നിധിയോട് പറഞ്ഞു. നിധിയെടുത്തി ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ടെൻഷനോട് നിൽക്കൊന്നും വേണ്ട. അവൾക്ക് കണ്ണിനെന്തോ കുഴപ്പമുണ്ട്, അതാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് അങ്ങോട്ടേക്ക് വരികയാണ്. അവൻ ഗായത്രിയോടൊപ്പം ചേർന്ന് വലിയ സംസാരവും ചിരിയുമൊക്കെ ആയിട്ട്. അതൊക്കെ കാണുമ്പോൾ നിധിക്ക് അതൊട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. ബസ് വന്ന് അതിൽ കയറി രക്ഷപ്പെടാൻ മതിയെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ ബസ് വന്നപ്പോഴേക്കും നിധി വേഗം തന്നെ അതിലങ്ങ് കയറി പോവാണ്. നികേഷ് ദേഷ്യത്തോടു കൂടി സുധീഷിനോട് ചോദിച്ചു. ഇതെന്താ സുധീഷ് ഏട്ടാ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എടാ, ഇതൊക്കെ എൻ്റെ പരിധിക്കകത്തുള്ള ഒരു പരിപാടിയല്ലേ. ഞാനല്ലാതെ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല. സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നികേഷിന് അറിയാമായിരുന്നു സുധീഷ് അത്രമാത്രം നിധിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അന്ന് ഓഫീസിൽ നിധിയുടെ പ്രോജക്റ്റ് പ്രസന്റേഷൻ ഗംഭീരമായി തന്നെ നടന്നു. ക്ലയൻസ് ഒക്കെ വളരെ സന്തുഷ്ടരായിട്ടാണ് മടങ്ങിയത്. ബോസ് പ്രവീണ് അതൊരു വലിയ വിജയമായി എടുത്തു. അയാൾ നിധിയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. കൺഗ്രാറ്റ്സ് നിധി, നിന്റെ പ്രസന്റേഷൻ എനിക്ക് വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. നീ നല്ല രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, വൈകുന്നേരം തൊട്ടപ്പുറത്ത് നല്ലൊരു ഹോട്ടൽ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചാലോ? നിധി പെട്ടെന്നൊന്ന് പരുങ്ങി. അവൾക്കൊട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു ക്ഷണമായിരുന്നു അത്. വേണ്ട സാറേ, എനിക്ക് വേഗം വീട്ടിലേക്ക് പോകണം എന്ന് അവൾ വിനയത്തോടെ തന്നെ പറഞ്ഞ് അത് നിരസിച്ചു. പ്രവീണ് പുറത്തേക്ക് പോയതിനു ശേഷം ദിവ്യ നിധിയുടെ അടുത്തേക്ക് വന്നു. നിധി, സാറിന് നിന്നോട് ഒരു പ്രത്യേക ഇഷ്ടമെന്ന് തോന്നുന്നുണ്ടോ? ദിവ്യ ചോദിച്ചു. ഇഷ്ടമോ? അതല്ല ദിവ്യേ, ഇതിനു മുൻപ് ഞാൻ ഇവിടെ കുറേ അധികം ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് ഒരു വർഷത്തോട് അടുക്കാൻ പോകുക. ഇന്ന് വരെ സാറിനോട് ഇങ്ങനൊരു അടുപ്പമൊന്നും തന്നെ കാണിച്ചിട്ടില്ല. പക്ഷേ നിധി, നിന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട് സാറിന്. എനിക്ക് തോന്നുന്നത് സാറിന് നിന്നെ ഇഷ്ടമാണെന്നാ. ഇനി അടുത്ത് വരാൻ പോകുന്നത് സാറിൻ്റെ ഭാഗത്തുള്ള മാരേജ് പ്രപ്പോസൽ തന്നെ ആയിരിക്കും. നീ അത് കരുതിയിരുന്നോളാ, ഞാൻ നിന്നെ പറഞ്ഞതേ ഉള്ളൂ. ദിവ്യയുടെ വാക്കെല്ലാം കേട്ടതോടുകൂടി തന്നെ നിധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. നിധിയുടെ മനസ്സിൽ സുധീഷ് അല്ലാതെ മറ്റൊരു പയ്യനില്ല. വേറെ ആരെയും ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോലും നിധി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യയുടെ വാക്ക് കേട്ടതോടുകൂടി തന്നെ നിധിക്കാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനോടുകൂടി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.